ഓൺലൈൻ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ചാപ്റ്റർ 3 ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇലക്ട്രോ കെമിസ്ട്രി മീൻസ് ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ട് സ്പ്ലിറ്റ് ആക്കിയാൽ ഇലക്ട്രോ ആൻഡ് കെമിസ്ട്രി. ഇലക്ട്രോ റിലേറ്റഡ് ടു ഇലക്ട്രിസിറ്റി ആൻഡ് ഇലക്ട്രിസിറ്റിയും കെമിസ്ട്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ദാറ്റ് മീൻസ് പലപ്പോഴും എന്താണ് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ, അതേപോലെ തന്നെ നമ്മൾ ടോർച്ചിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, ഇവിടെയൊക്കെ ടോർച്ചിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ആണെങ്കിലും മൊബൈൽ ഉപയോഗിക്കുന്ന ബാറ്ററി ആണെങ്കിലും ഇവിടെയൊക്കെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് മൊബൈൽ വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ ടോർച്ച് വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ ക്ലോക്ക് വർക്ക് ചെയ്യുന്നത്. ഈ കേസുകളിലൊക്കെ നിങ്ങൾ നോക്കുക, ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുണ്ട്, ഇലക്ട്രിസിറ്റിയുടെ ഫലമായിട്ട് ബൾബ് കത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെയൊന്നും നമ്മുടെ സാധാരണ ഇലക്ട്രിസിറ്റി ടർബൈൻ കറക്കിയിട്ടോ ഡൈനാമോ വർക്ക് ചെയ്തിട്ടോ ഉള്ളതല്ല. ബാറ്ററിയിൽ നിന്നുമാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. ഈ ഇലക്ട്രിസിറ്റി എങ്ങനെ വന്നു? ദാറ്റ് മീൻസ് ഇവിടെ ബാറ്ററിയിൽ നിന്നും കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു. സോ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണെങ്കിൽ വെള്ളത്തിന്റെ പ്രവാഹത്തിന്റെ ഫലമായിട്ട് ടർബൈൻ കറങ്ങുന്നു, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതൊരു കേസ്. രണ്ടാമത്തെ കേസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നിങ്ങൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ച ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. ഒരു ബീക്കറിലേക്ക് നമ്മൾ വെള്ളം എടുക്കുന്നു, ആ വെള്ളത്തിലേക്ക് 2 ഇലക്ട്രോഡ് അല്ലെങ്കിൽ 2 കമ്പിച്ചുരുളുകൾ ഇറക്കി വെച്ചിട്ട് നിങ്ങൾ അതിലെ ബാറ്ററി ഉപയോഗിച്ച് അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നു. എന്നിട്ട് കുറെ കഴിഞ്ഞ് നിങ്ങൾ നിരീക്ഷിക്കുന്ന സമയത്ത് ഈ ഇലക്ട്രോഡിന്റെ മുകളിൽ നിങ്ങൾ 2 ടെസ്റ്റ് ട്യൂബ് വെച്ചിരുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബിൽ 2 ഗ്യാസ് കളക്ട് ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഹൈഡ്രജൻ ഗ്യാസും മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ ഓക്സിജൻ ഗ്യാസും കളക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾ നോക്കുക, വെള്ളമാണ് നമ്മൾ എടുത്തത്, H2O ആണ്. പക്ഷെ ഈ H2O വൈദ്യുതി കടത്തി വിട്ടപ്പോൾ ആ H2O ഡീകമ്പോസ് ചെയ്തിട്ട് ഹൈഡ്രജനുമായി മാറി, ഓക്സിജനുമായിട്ട് മാറി. ദാറ്റ് മീൻസ് H2O give H2 plus half O2. ദാറ്റ് മീൻസ് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്നു വാട്ടറിന്റെ വിഘടന ഫലമായിട്ട്. ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഈ കെമിക്കൽ റിയാക്ഷൻ ചുമ്മാ നടക്കുന്നതല്ല, ഇലക്ട്രിസിറ്റി ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ കേസിൽ, ബാറ്ററിയിൽ പറഞ്ഞ കേസിൽ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ ഇലക്ട്രിസിറ്റിയുടെ ഫലമായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. ഇവിടെ ഇലക്ട്രിസിറ്റിയും കെമിക്കൽ റിയാക്ഷൻസും തമ്മിൽ ഒരു ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. ദാറ്റ് മീൻസ് there is an inter relationship between chemical reactions and electrical energy. ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് ആണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. സോ ഇലക്ട്രോകെമിസ്ട്രി is the branch of chemistry which deals about inter relationship between electrical energy and chemical reaction. നമ്മൾ നേരത്തെ പറഞ്ഞ 2 പ്രോസസ് ഉണ്ട്. ഫസ്റ്റ് പറഞ്ഞ പ്രോസസ് നിങ്ങൾക്കറിയാം, ബാറ്ററിയുടെ കേസിൽ, അതായത് electrical energy produced by chemical reactions. That process is called electrochemical process, and the device used for that purpose is called electrochemical device അല്ലെങ്കിൽ electrochemical cell. അങ്ങനെ പറയുകയാണെങ്കിൽ ബാറ്ററി is an example for electrochemical cell. ബാറ്ററി എന്ന് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നു. ഓരോ ബാറ്ററിക്കും പേരുണ്ട്. മൊബൈൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ ലിഥിയം അയോൺ, ടോർച്ചിലും മറ്റും ഉപയോഗിക്കുന്ന ക്ലോക്കിലൊക്കെ ആണെങ്കിൽ ഡ്രൈ സെൽ, വാച്ചിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ മെർക്കുറി സെൽ, വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ലെഡ് ആസിഡ് അക്യുമുലേറ്റർ. അങ്ങനെ നിരവധി ബാറ്ററി ഉണ്ട്. ഏത് ബാറ്ററി ആയാലും is an example for
electrochemical cell. That means it is a device which is used to generate electrical energy by chemical process. Then രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞു, that is chemical reactions are generated by the passage of electricity. ഇലക്ട്രിസിറ്റിയുടെ പ്രവാഹത്തിന്റെ ഫലമായിട്ട് chemical reactions നടക്കുന്നു. That process are called electrolysis, and the device used to that purpose is called electrolytic cell. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് പ്രോസസ്സുകളെയും കുറിച്ച്, ദാറ്റ് ഈസ് ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ കുറിച്ചും ഇലക്ട്രോളിറ്റിക് സെല്ലിനെ കുറിച്ചും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ കഴിഞ്ഞ വർഷം പഠിച്ച റിഡോക്സ് റിയാക്ഷന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ എന്താണെന്ന് ഓർക്കണം, റിഡക്ഷൻ എന്താണെന്ന് ഓർക്കണം, റിഡോക്സ് റിയാക്ഷൻ എന്താണെന്ന് ഓർക്കണം, ഇൻഡയറക്റ്റ് റിഡോക്സ് റിയാക്ഷൻ എന്താണെന്ന് ഓർക്കണം. നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഇലക്ട്രോണിക് കൺസെപ്റ്റ് ആണ്. ഇലക്ട്രോണിക് കൺസെപ്റ്റ് പ്രകാരം ഓക്സിഡേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ലോസിംഗ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നതിനാണ് ഓക്സിഡേഷൻ എന്ന് പറയുക. സിങ്ക് ഗീവ്സ് സെറ്റ് 2++2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോൺ സിങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആ കേസിൽ സിങ്കിന് ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. Cu 2++2 ഇലക്ട്രോൺസ് ഗീവ്സ് Cu. അവിടെ 2 ഇലക്ട്രോണിനെ കോപ്പർ 2+ അയോൺ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് കോപ്പർ 2+ അയോൺ അവിടെ റിഡക്ഷൻ ആണ് സംഭവിച്ചത്. ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റിഡോക്സ് റിയാക്ഷൻസ്. ദെൻ ഇൻഡയറക്റ്റ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഓക്സിഡേഷനും മറ്റൊരു ഭാഗത്ത് റിഡക്ഷനും നടക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് oxidation and reductions that are takes place in a separate vessel. വെവ്വേറെ വെസലിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെങ്കിൽ that process is called indirect redox reaction. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ ഇലക്ട്രോകെമിസ്ട്രി വളരെ ഈസി ആയിട്ട് പഠിക്കാം. നിങ്ങളുടെ പാർട്ട് 1 ഏറ്റവും വലിയ ചാപ്റ്റർ ആണിത്. ഒരു കാര്യം കൂടി ഓർക്കുക, ഇലക്ട്രോകെമിസ്ട്രി ഈസ് ദ പാർട്ട് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി. ഫിസിക്സുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്ന ഓംസ് ലോ എനിക്ക് ഇവിടെ ആവശ്യമുണ്ട്, ഫിസിക്സ് പഠിക്കുന്ന ആനോഡും കാഥോഡും ഇവിടെ ആവശ്യമുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി. ഇവിടെ ഡെറിവേഷൻസ് വരും, അതേപോലെ ഇക്വേഷൻസ് വരും, പ്രോബ്ലംസ് വരും. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇലക്ട്രോകെമിസ്ട്രി ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോകെമിസ്ട്രി is the branch of chemistry or science which deals the interrelationship between electrical energy and chemical energy. That means electrical energy നിങ്ങൾക്ക് chemical energy ആക്കാം, chemical energy electrical energy ആയിട്ട് കൺവേർട്ട് ചെയ്യാം. രണ്ട് പ്രോസസ്സുകളാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഒന്ന് ഇലക്ട്രോളിസിസും മറ്റൊന്ന് ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സും. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ chemical reactions takes place by the passage of electricity. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. That means here electrical energy converted into chemical energy. ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രോസസ്സ് ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് ആണ്. That is electrical energy produced or generated by chemical reactions. Chemical reactions ന്റെ ഫലമായിട്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. Here chemical energy converted into electrical energy. Chemical energyയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബാറ്ററികളെല്ലാം എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. Chemical energy converted into electrical energy. Then that device is called the electrochemical cell. Here the device is called electrolytic cell. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ഭാഗത്ത് പഠിക്കാനുള്ളത് ഇലക്ട്രോ കെമിക്കൽ സെൽ ആൻഡ് ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സുകളാണ്. സോ തൽക്കാലത്തേക്ക് ഈ പാഠത്തിന്റെ പകുതി വരെ ഞാൻ ഈ ഇലക്ട്രോളിറ്റിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഒന്ന് മാറ്റി വെക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, അപ്പോഴും ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യാണ്. ദാറ്റ് ഡിവൈസ് ഈസ് കോൾഡ് ഇലക്ട്രോളിറ്റിക് സെൽ. ബട്ട് ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ
കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഹിയർ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ദിസ് ചാപ്റ്റർ ഈസ് ഡിസ്കസിംഗ് അബൌട്ട് ഇന്റർ കൺവേർഷൻ ഓഫ് എനർജീസ്. അങ്ങനെയും പറയാം നമുക്ക്. എനർജിയെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചും ഈ പാഠം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്റർ കൺവേർഷൻസ് ഓഫ് എനർജീസ്. നിങ്ങൾക്കറിയാം എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആണ്. എനർജിയെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല എന്ന് നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ഇവിടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. എവിടെ നിന്ന് ചോദിച്ചാൽ കെമിക്കൽ എനർജിയിൽ നിന്ന്. എങ്ങനെ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു കെമിക്കൽ പ്രോസസ് നടക്കണം. ഈ കെമിക്കൽ പ്രോസസ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിൽ നമ്മുടെ ബാറ്ററികളിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ് എന്ന് പറയുന്നത് that is indirect redox reactions due to or indirect redox reaction ഫലമായിട്ടാണ് ഇലക്ട്രോ കെമിക്കൽ ഡിവൈസുകളിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് ഇൻഡയറക്റ്റ് റിഡോക്സ് റിയാക്ഷൻ എന്ന് ഞാൻ പറഞ്ഞതാണ് നേരത്തെ. Oxidation and reductions are takes place in a separate vessels. That's why our process ന്റെ ഫലമായി there is a decrease in the free energy. ആ സിസ്റ്റത്തിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച തെർമോഡൈനാമിക്സ് പഠിച്ച സിസ്റ്റം ഒക്കെ നിങ്ങൾക്കറിയാം. ഇവിടെ ഈ ഇലക്ട്രോ കെമിക്കൽ ഡിവൈസ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഇൻഡയറക്റ്റ് റിഡോക്സ് റിയാക്ഷന്റെ ഫലമായിട്ട് there is a decrease in the free energy. That decreasing free energy is converted into electrical energy. ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇലക്ട്രോ കെമിക്കൽ സെല്ലിലേക്ക് പോകാം. ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് മറ്റു പേരുകളുണ്ട്. ഇലക്ട്രോ കെമിക്കൽ സെൽ അഥവാ ഗാൽവാനിക് സെൽ അഥവാ വോൾട്ടാനിക് സെൽ, ഇതെല്ലാം ഇതിന്റെ പേരാണ്. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ ഇൻഡയറക്റ്റ് റിഡോക്സ് റിയാക്ഷൻ ആണ് ഉണ്ടാകുന്നത്. ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾസുകൾ നിങ്ങൾക്കറിയാം. പക്ഷേ നമുക്ക് ആദ്യം പഠിക്കേണ്ടതും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതും ഈ ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുമാണ് ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ ഡിസ്കവേർഡ് ബൈ ജോൺ ഫെഡറിക് ഡാനിയൽ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ നിങ്ങൾ കഴിഞ്ഞ വർഷം റിഡോക്സ് റിയാക്ഷന്റെ അവസാന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത വർഷമാണ് ഡാനിയൽ സെല്ലിനെ കുറിച്ച് പഠിക്കുക. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡാനിയൽ സെല്ലിനെ കുറിച്ച് പഠിക്കണം. ഡാനിയൽ സെൽ കൺസിസ്റ്റ് ഓഫ് 2 ഹാഫ് സെൽ. ഡാനിയൽ സെല്ലിൽ 2 ഹാഫ് സെൽ ആണുള്ളത്. ലെഫ്റ്റ് ഹാഫ് സെല്ലും റൈറ്റ് ഹാഫ് സെല്ലും. ലെഫ്റ്റ് ഹാഫ് സെല്ലും റൈറ്റ് ഹാഫ് സെല്ലും. ശ്രദ്ധിക്കാം. ലെഫ്റ്റ് ഹാഫ് സെൽ കൺസിസ്റ്റ് ഓഫ്, നിങ്ങൾ എഴുതേണ്ടതാണ്, ലെഫ്റ്റ് ഹാഫ് സെൽ കൺസിസ്റ്റ് ഓഫ് സിങ്ക് റോഡ് immersed or dipped in a zinc sulfate solution. Left half cell consists of zinc rod immersed in a zinc sulfate solution. Here the oxidation takes place and it is anode. ഇവിടെ oxidation ആണ് നടക്കുക. ഇതിന്റെ പേര് anode എന്നാണ്. And its charge is negative. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഇതുവരെ പഠിച്ച കൺസെപ്റ്റ് പ്രകാരം ആനോഡിന് പോസിറ്റീവ് ചാർജ് ആണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഈ കേസിൽ ഈ കേസ് മീൻസ് ഡാനിയൽ സെല്ലിന്റെ കേസ് മാത്രമല്ല, ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളുടെ എല്ലാത്തിന്റെയും കേസിൽ ആനോഡിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് വഴി മനസ്സിലാവും. Then right half cell consists of copper rod immersed or dipped in a copper sulfate solution. Copper rod immersed in a copper sulfate solution. Here reduction takes place and it is cathode. Charge positive. ഞാൻ നേരത്തെ പറഞ്ഞ കൺഫ്യൂഷൻ ഇവിടെയും വരും. നമ്മൾ ഇതുവരെ പഠിച്ച പ്രകാരം +1 വരെ പഠിച്ച പ്രകാരം ഇനി അങ്ങോട്ട് ഈ പാഠത്തിൽ ഒഴികെ ഇനി അങ്ങോട്ടും കാഥോഡിന്റെ ചാർജ് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഈ കേസിൽ
ഇലക്ട്രോകെമിക്കൽ കേസിൽ കാഥോഡിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് വഴിയെ പറയാം. So right answer consists of copper rod immersed in a copper sulfate solution. Here reduction takes place. It is cathode. ഇത് anode ആണ്. Two electrode solutions are two electrodes, that is zinc and copper. Electrodes are connected externally by using a metallic wire. Externally by using a metallic wire. നിങ്ങൾ externally connect ചെയ്യുന്ന ഒരു metallic wire ആണ്. ഇവിടെ ഈ ഏരോ മാർക്ക് ചിഹ്നം എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ ആണ്. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അത് മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൾബ് ഫിറ്റ് ചെയ്യാം. Then two electrode solution or electrolytic solution. Two electrolytic solution എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. Two electrolytic solution connected internally by using a U-shaped tube called salt bridge. Two electrolytic solution connected internally by using a U-shaped tube called salt bridge. ഇതാണ് ഡാനിയൽ സെല്ലിന്റെ കൺസ്ട്രക്ഷൻ. നിങ്ങൾ ഓർത്തു വെക്കണം എന്ന് പറയാൻ കാരണം സിങ്ക് റോഡും കോപ്പർ റോഡും വെച്ച് മാത്രമൊന്നല്ല പരീക്ഷയ്ക്ക് വരിക. ക്രോമിയവും കോപ്പറും തരാം, സിങ്കും സിൽവറും തരാം. ഏത് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ഒരു കാര്യം മാത്രം ഓർത്തു വെക്കുക, ലെഫ്റ്റ് സൈഡിൽ ആനോഡും പറയാം, റൈറ്റ് സൈഡിൽ കാഥോഡും പറയാം. ഇനി ഡാനിയൽ സെൽ അല്ല ഏത് സെല്ലായാലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം സെല്ലിന്റെ കൺസ്ട്രക്ഷൻ. നമ്മളിപ്പം പറഞ്ഞു ആനോഡ് ആരാണെന്ന് പറയണം, നമ്മൾ പറഞ്ഞു സിങ്ക് റോഡ്. കാഥോഡ് ആരാണെന്ന് പറയണം, നമ്മൾ പറഞ്ഞു കോപ്പർ റോഡ്. ദെൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ പറയണം, ദാറ്റ് ഈസ് സിങ്ക് സൾഫേറ്റ് ആൻഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ദെൻ ഇതിന്റെ കണക്ഷൻസ് പറയണം, നമ്മൾ പറഞ്ഞു എക്സ്റ്റേണലി കണക്റ്റഡ് ബൈ യൂസിങ് മെറ്റാലിക് വയർ, ഇന്റേണലി കണക്റ്റഡ് ബൈ യൂസിങ് എ സാൾട്ട് ബ്രിഡ്ജ്. ഇതാണ് സെൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെൽ റിയാക്ഷൻസ് പറയാൻ നമുക്ക് കഴിയണം. ഏതായാലും സിങ്ക് ആയാലും കോപ്പർ അല്ല ഏതായാലും സെൽ റിയാക്ഷൻസ് പറയാൻ കഴിയണം. അതായത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ പറയണം, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ പറയണം, ഓവറോൾ റിയാക്ഷൻ പറയണം. മൂന്നാമതെന്ന് പറഞ്ഞാൽ ആ സെല്ല് റെപ്രസെന്റ് ചെയ്യാൻ കഴിയണം, സെൽ റെപ്രസെന്റേഷൻ. നാലാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ലിന്റെ യൂസസ് പറയാൻ കഴിയണം. അഞ്ചാമതെന്ന് പറഞ്ഞാൽ ആ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എല്ലാം. ഇങ്ങനെ 5 കാര്യങ്ങൾ പൊട്ടൻഷ്യൽ അറിയെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. 5 കാര്യങ്ങൾ ഏത് സെല്ലിനെ കുറിച്ച് നിങ്ങൾക്ക് ഡ്രൈ സെല്ല് പഠിക്കാനുണ്ട്, മെർക്കുറി സെല്ല് പഠിക്കാനുണ്ട്. ഏത് സെല്ലിനെ കുറിച്ചായാലും ഈ 5 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ഓർത്തു വെക്കണം. സോ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെൽ ഡാനിയൽ സെൽ കൺസിസ്റ്റ് ഓഫ് 2 ഹാഫ് സെൽ, ലെഫ്റ്റ് ഹാഫ് സെൽ ആൻഡ് റൈറ്റ് ഹാഫ് സെൽ. സിങ്ക് റോഡ് ഇമേഴ്സ്ഡ് ഇൻ എ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, copper rod immersed in a copper sulfate solution. It's a cathode, it's an anode. Connections പറഞ്ഞു. ഇങ്ങനെ കണക്ഷൻസ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്താൽ, ഈ ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ ഒരു വോൾട്ട്മീറ്റർ കണക്ട് ചെയ്താൽ ഈ വോൾട്ടിൽ 1.15 വോൾട്ട് അല്ലെ 1.45 വോൾട്ട് കാണിക്കും. That is 1.45 volt is the voltage of Daniel cell. That means it's a cell. ഇവിടെ വോൾട്ടേജ് ഉണ്ടാവുന്നു, ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നു, വോൾട്ടേജ് ഉണ്ടാവുന്നു, ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നു, ഇവിടെ റിഡക്ഷൻ നടക്കുന്നു. That is oxidation and reductions are takes place in a separate vessel. ഓക്സിഡേഷനും റിഡക്ഷനും സെപ്പറേറ്റ് വെസൽസിലാണ് നടക്കുന്നത്. That is it is a indirect redox reaction. And നമുക്ക് indirect redox reaction എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. Oxidation and reduction takes place in a separate vessel, so it is indirect redox reaction. Then cell reactions ഞാൻ നേരത്തെ പറഞ്ഞു ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ആനോഡ് എല്ലാ സെല്ലിന്റെയും പ്രോസസ്സ് ഇതേപോലെ തന്നെയാണ്. ആനോഡ് ഓക്സിഡേഷൻ ആണ് നടക്കുക. ആനോഡിൽ നമ്മൾ എടുക്കുന്നത് സിങ്ക് ആണ്. Zinc gives Zn2++2 electron. Removal of electron നമുക്കറിയാം ഓക്സിഡേഷൻ ആണ്. Then at cathode reduction ആണ്. Cu2++2 electron. Copper 2+ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു, Cu ആകുന്നു. ഇലക്ട്രോണിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് റിഡക്ഷൻ ആണ്. ആനോഡിൽ ഓക്സിഡേഷൻ Zn gives Zn2++2 electron.
കാഥോഡിൽ Cu2++2 ഇലക്ട്രോൺസ് gives Cu. Then ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം രണ്ടും കൂടി കൂട്ടി എഴുതുക, വേറെ ഒന്നുമില്ല. ആനോഡ് പ്ലസ് കാഥോഡ്. ഈ ഏരോ മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആനോഡിന്റെയും കാഥോഡിന്റെയും ഒന്നിച്ച് കൂട്ടി എഴുതുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ Zn ആണ്, Zn പ്ലസ് ഇവിടെ Cu2++2 ഇലക്ട്രോൺസ്, പിന്നെ ഓവറോൾ ആയിട്ട് ഏരോ മാർക്ക് റൈറ്റ് സൈഡിലുള്ള Zn2++2 ഇലക്ട്രോൺസ് പ്ലസ് Cu. കോമൺ ഫാക്ടർ ആയിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാം. ഇവിടെ 2 ഇലക്ട്രോണും 2 ഇലക്ട്രോണും കോമൺ ഫാക്ടർ ആണ്, അത് കട്ട് ചെയ്തു. ബാക്കിയുള്ളത് Zn പ്ലസ് Cu2+ gives Zn2++Cu. ഇതാണ് സിങ്കും കോപ്പറും ഉപയോഗിച്ചാലുള്ള ഓവറോൾ റിയാക്ഷൻസ്. സോ ദിസ് ഈസ് അബൌട്ട് സെൽ റിയാക്ഷൻ. സോ നമ്മൾ സെല്ലിന്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞു, സെല്ലിന്റെ റിയാക്ഷൻസ് പറഞ്ഞു. ഇവിടെ ഒക്കെ നിങ്ങൾ ഓർക്കുക, നമ്മൾ കോമൺ ആയിട്ട് സിങ്കും കോപ്പറും ഉപയോഗിച്ചെന്നുള്ളൂ. പരീക്ഷയ്ക്ക് സിങ്കും കോപ്പറും മാത്രമല്ല തരിക, ഏറ്റവും കൂടുതൽ ചോദിച്ചത് സിങ്കും കോപ്പറും വെച്ചാണ്. അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ മറ്റ് എലമെന്റ്സുകൾ വെച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏതാണ് അയനോട് ഏതാണ് കാഥോഡ് എന്ന് കണ്ടെത്താനുള്ള വഴിയൊക്കെ നമുക്ക് വഴിയെ പഠിക്കാനുണ്ട്. സോ ഇനി ഞാൻ മൂന്നാമതൊരു കാര്യം പറഞ്ഞിരുന്നു, സെൽ റെപ്രസെന്റേഷൻ. അതും ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് രീതിയിൽ നിങ്ങൾ സെൽ റെപ്രസെന്റേഷൻസ് പഠിച്ചു വെക്കണം. അതായത് ഒരു സെൽ റെപ്രസെന്റേഷൻ കണ്ടു കഴിഞ്ഞാൽ ആ സെല്ലിൽ ആനോഡ് ആരാണ് കാഥോഡ് ആരാണെന്ന് ഓർത്തു വെക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഒരു സെൽ റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ സെൽ റെപ്രസെന്റേഷൻ എഴുതാനും നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. സെൽ റെപ്രസെന്റേഷൻ എഴുതുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്സിഡേഷൻ എഴുതുക ആദ്യം, 2 ബാർ, ദാറ്റ് ഈസ് ഇത് സാൾട്ട് ബ്രിഡ്ജിനെയാണ് സൂചിപ്പിക്കുന്നത്. റിഡക്ഷൻ ഞാൻ എഴുതി കാണിക്കാം നിങ്ങൾക്ക്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം Zn gives Zn2+, Zn2+ ആയി മാറി. ഓക്സിഡേഷൻ കഴിഞ്ഞു. Then 2 വര, ഇത് സാൾട്ട് ബ്രിഡ്ജിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി റിഡക്ഷൻ നിങ്ങൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം Cu2+ Cu ആയി മാറുന്നു. ഇത്രയേ ഉള്ളൂ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഒരു റെപ്രസെന്റേഷൻ തന്നു കഴിഞ്ഞാൽ തിരിച്ചു ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന ആള് ആനോഡ് ആയിരിക്കും, അത് ഓക്സിഡേഷൻ ആയിരിക്കും. വലത്തെ സൈഡ് റൈറ്റ് സൈഡിൽ എഴുതുന്ന ആള് കാഥോഡ് ആയിരിക്കും, അത് റിഡക്ഷൻ ആയിരിക്കും. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിലേക്കും കൂടി വരികയാണ്. ആനോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു ഞാൻ. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ Zn gives Zn2++2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ വരുന്നുണ്ട്. അപ്പോൾ ഓരോ സിങ്കും അയണൈസ് ചെയ്ത് ഇലക്ട്രോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഇലക്ട്രോണുകൾ സിങ്ക് റോഡിൽ അക്യുമുലേറ്റ് ചെയ്യും. സോ സിങ്കിന്റെ മുകളിൽ ഇലക്ട്രോൺസിന്റെ ഒരു അക്യുമുലേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് ഇലക്ട്രോൺസ് നിങ്ങൾക്കറിയാം നെഗറ്റീവ് ചാർജ് ആണ്. there is a negative potential, high negative potential. ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നു. കാഥോഡിൽ ആ നേരെ സംബന്ധിച്ചിടത്തോളം Cu2+ ആണ് അക്യുമുലേറ്റ് ചെയ്യുക. CuSO4 സ്പ്ലിറ്റ് ചെയ്ത് Cu2+ ഉണ്ടാവും, അതാണ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഇവിടെ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇതിന് നെഗറ്റീവ് ചാർജും. ഇവിടെ ഇലക്ട്രോൺസിന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസ് ഈ മെറ്റാലിക് വയറിലൂടെ ഇലക്ട്രോൺസ് ഇല്ലാത്ത ഈ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇലക്ട്രോൺസ് ഉള്ളിടത്ത് നിന്നും ഇലക്ട്രോൺസ് ഇല്ലാത്തടത്തേക്ക് മൂവ് ചെയ്യുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫിസിക്സിൽ നിങ്ങൾക്കറിയാം, ലോവർ പൊട്ടൻഷ്യൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളത്. ഈ ഇലക്ട്രോൺസിന്റെ ഈ മൂവിങ് വയറിലൂടെ മാത്രമേ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ കഴിയൂ. ഈ അല്ലെങ്കിൽ മെറ്റൽസിലൂടെ, ഈ മെറ്റാലിക് വയർ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഈ വയറിലൂടെയുള്ള ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഫിസിക്സ് അറിയുന്ന നിങ്ങൾക്കറിയാം, ഇലക്ട്രോൺസിന്റെ മൂവിങ്ങിനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുക. അതുകൊണ്ട് ഇവിടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു, അതുകൊണ്ട് ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കുക, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് സിങ്കിൽ നിന്നും കോപ്പറിലേക്കാണ്, ആനോഡിൽ നിന്നും കാഥോഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺസ് സിങ്കിൽ നിന്നും കോപ്പറിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ നമ്മൾ തിരിച്ചാണ് പറയുക, കോപ്പറിൽ നിന്നും സിങ്കിലേക്ക് അഥവാ
കാഥോഡിൽ നിന്നും ആനോഡിലേക്ക്. ദിസ് ഈസ് അബൌട്ട് നമ്മുടെ ഡാനിയൽസൺ. ഇതിന്റെ വോൾട്ടേജ് വേണമെങ്കിൽ ഓർത്ത് വെക്കുക 1.45 വോൾട്ട്. ഒന്നുകൂടി പറയാണ്, ഈ റിയാക്ഷൻസിനെ കുറിച്ച് മാത്രം. ആനോഡിൽ ഓക്സിഡേഷൻ, ഇത് വീണ്ടും പറയാൻ കാരണം ഓർത്ത് വെക്കേണ്ടതാണ്. ആനോഡിൽ ഓക്സിഡേഷൻ Zn gives Zn2 plus 2 ഇലക്ട്രോൺ. കാഥോഡിൽ റിഡക്ഷൻ Cu2 plus 2 ഇലക്ട്രോൺസ് gives Cu. ഓവറോൾ റിയാക്ഷൻ രണ്ടും കൂടി കൂട്ടി എഴുതുക. ക്യാൻസൽ ചെയ്യാനുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഇലക്ട്രോണിനെ ക്യാൻസൽ ചെയ്യാണ്ട്. സോ Zn plus Cu2 plus gives Zn2 plus Cu. റെപ്രസെന്റേഷൻ ഓർത്ത് വെക്കണം. ഓക്സിഡേഷൻ ഡബിൾ ബാർ റിഡക്ഷൻ. ഈ കേസിൽ ഓക്സിഡേഷൻ Zn gives Zn2 plus ആയതുകൊണ്ട് Zn bar Zn2 plus ഡബിൾ ബാർ Cu2 plus Cu. ഈ കേസിൽ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ആനോഡ് നെഗറ്റീവ് ചാർജ് വരുന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രം പറയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് തന്നെയാണ്, ഞാൻ ഉണ്ടായി കൊണ്ടുപോകുന്നതല്ല. ലോഡ് എന്നുള്ളൊരു വാക്കും കൂടി വേണമെങ്കിൽ ഓർത്ത് വെക്കുക. ഇതിന് ഇത്രയേ ഉള്ളൂ പറയാൻ. ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. ലെഫ്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. അതിന്റെ പേര്, ആ സെല്ലിന്റെ പേര് അല്ലെങ്കിൽ ആ സെല്ല് ആനോഡ് ആയിരിക്കും. അതിന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഇതിങ്ങനെ പറയാൻ കാരണം ഇതുവരെ നിങ്ങൾ പഠിച്ച ബാക്കി എല്ലാ ഡിവൈസുകളിലും ആനോഡ് പോസിറ്റീവ് ആണ്. ഈ കേസിൽ ആനോഡ് നെഗറ്റീവ് ആണ്. സോ ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. ദെൻ വേണമെങ്കിൽ ഇതിന്റെ യൂസസും കൂടി നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഓർത്ത് വെക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ഫിസിക്സ് ലാബിൽ പ്രാക്ടിക്കലിൽ നിങ്ങൾ പൊട്ടൻഷ്യോമീറ്ററും മീറ്റർ ബ്രിഡ്ജും ഒക്കെ ചെയ്യുന്ന സമയത്ത് നിരവധി തവണ നിങ്ങൾ ഡാനിയൽസൺ ലാബിൽ നേരിട്ട് കാണും. നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യും. അവിടെ ഈ സാൾട്ട് ബ്രിഡ്ജിന് പറയാൻ മറ്റൊരു ഡിവൈസ് ആയിരിക്കുന്നുള്ളൂ. സോ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ഫിസിക്സ് ലാബിൽ കാണാൻ കഴിയുന്ന സാധനമാണ് ഡാനിയൽസൺ. ആ സമയത്ത് അതിന്റെ കൺസ്ട്രക്ഷൻ ഫിസിക്സ് പഠിപ്പിക്കുന്നില്ല. ഈ പഠനത്തിലൂടെ അത് ഓർത്ത് വെക്കണം. നമ്മൾ നേരത്തെ പഠിച്ചു യു ഷേപ്പ് ഗ്ലാസ് ട്യൂബ് ആണ് സാൾട്ട് ബ്രിഡ്ജ്. നിങ്ങൾ ഹയർ ലെവൽ എഡ്യൂക്കേഷനിൽ കെമിസ്ട്രി മെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാബിൽ സാൾട്ട് ബ്രിഡ്ജ് നിർമ്മിക്കാനൊക്കെ ഉണ്ടാവും. ഇവിടെ +2 ലാബിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ ചിലപ്പോൾ ഫിസിക്സ് ലാബിൽ കാണിച്ചു തരും. സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യു ഷേപ്പ് ഗ്ലാസ് ട്യൂബ് മിക്സ് അല്ലെങ്കിൽ ഫിൽഡ് വിത്ത് jelly like substance agar and mixed with salt like KNO3 NH4NO3 KCl etc. ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഒരു യു ഷേപ്പ് ഗ്ലാസ് ട്യൂബ് ആണ്. അതിന്റെ അകത്ത് നമ്മൾ അഗർ നിങ്ങൾ ബോട്ടണി പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഒരു തരം ആൽഗ ഉണ്ടാക്കുന്ന ഒരു ജെല്ലി സബ്സ്റ്റൻസ് ആണ് അഗർ ഫിൽ ചെയ്യുന്നു. ആ അഗർ ഫിൽ ചെയ്യുന്നത് ഒരു നമ്മൾ ഡെമോൺസ്ട്രേറ്റർ റിലേറ്റഡ് ആയിട്ടല്ല. അതിന്റെ ഉള്ളിൽ നമ്മൾ സാൾട്ട് നിറയ്ക്കുന്നു. KCl KNO3 NH4NO3 പോലെയുള്ള സാൾട്ട് ഫിൽ ചെയ്യുന്നു. ആ സാൾട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീഡിയം മാത്രമാണ് ഈ പറഞ്ഞ ജെല്ല്. ഈ സാൾട്ട് ബ്രിഡ്ജ് ഇവിടെ അല്ലെങ്കിൽ ഇത്തരം ഡാനിയൽ സെല്ലുകളിൽ ഉപയോഗിക്കുന്നു. എന്താണ് ഇതിന്റെ ഫങ്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ZnSO4 കോപ്പർ സൾഫേറ്റ് ആണെങ്കിലും ഇവയ്ക്കിടയിലുള്ള ഇലക്ട്രിക്കൽ കോണ്ടാക്ട് കൊണ്ടുവരിക. ഈ ഇലക്ട്രോഡ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ കോണ്ടാക്ട് കൊണ്ടുവരാൻ നമുക്ക് മെറ്റാലിക് വയർ ഉണ്ട്. പക്ഷെ സൊല്യൂഷൻസ് തമ്മിലുള്ള ഇലക്ട്രിക്കൽ കോണ്ടാക്ട് കൊണ്ടുവരാനാണ് നമ്മൾ മെയിൻ ആയിട്ട് സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ഇലക്ട്രിക്കൽ സൊല്യൂഷൻ ആൻഡ് ഇറ്റ് മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി രണ്ട് ആക്സലും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് ആൾസോ ഇറ്റ് റെഡ്യൂസ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ അഥവാ LJP. ലിക്വിഡ് ജംഗ്ഷൻ രണ്ട് ലിക്വിഡുകൾ ഉപയോഗിച്ച് ഒരു സെൽ ഉണ്ടാക്കുമ്പോൾ അവയ്ക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഓവറോൾ പൊട്ടൻഷ്യലെ കുറയ്ക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ട്. സാൾട്ട് ബ്രിഡ്ജിൽ ഞാൻ നേരത്തെ പറഞ്ഞു നിറയെ സാൾട്ടാണ്. സാൾട്ട് എന്ന് പറഞ്ഞാൽ അയോൺസ് ആണ്. ഏതെങ്കിലും ഹാഫ് സെല്ലിൽ അയോൺസിന്റെ ആവശ്യമുണ്ടെങ്കിൽ ആ അയോൺസിനെ സപ്ലൈ ചെയ്യുക എന്നുള്ളതും സാൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ ആണ്. ഇറ്റ് സപ്ലൈ എന്താണ് അയോൺസ് വേർ ഇറ്റ് ഈസ് നീഡ്. സോ ദിസ് ഈസ് അബൌട്ട് സാൾട്ട് ബ്രിഡ്ജ്. വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുക എന്നേ ഉള്ളൂ. സാൾട്ട് ബ്രിഡ്ജ് ഈസ് എ യു ഷേപ്പ് ഗ്ലാസ് ട്യൂബ് filled with jelly like substance and mixed with salt like KCl KNO3 etc. Then it maintain electrical neutrality between electrode solution and it maintain electrical contact between
electrical solution and it reduce liquid junction potential and it supply ions. This is about electrochemical cells in the introduction. പിന്നെ ഡാനിയൽ സെല്ലിനെ കുറിച്ചും ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ചും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ബാക്കി ഈ ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ ബാക്കി ഭാഗങ്ങൾ, അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഞാൻ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് പൊട്ടൻഷ്യൽ, പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കഴിഞ്ഞിട്ട് ഒരു സെല്ലിന് പൊട്ടൻഷ്യൽ ഉണ്ടാവും, സെൽ പൊട്ടൻഷ്യൽ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഈ ഭാഗം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ലെഫ്റ്റ് സൈഡ് ഓക്സിഡേഷൻ ആണെന്നും റൈറ്റ് സൈഡിൽ റിഡക്ഷൻ ആണെന്നും ലെഫ്റ്റ് സൈഡ് ആനോഡ് ആണെന്നും റൈറ്റ് സൈഡ് കാഥോഡ് ആണെന്നും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഡാനിയൽ സെല്ലിനെ